എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ന്യൂ ഇയർ ഒക്കെ വരാൻ പോവല്ലേ. അതിന് മുമ്പായിട്ട് നമ്മളെ കയ്യിൽ കുറച്ച് പുത്തൻ കിട്ടിയിട്ടുണ്ട്. നല്ല പച്ച മണമുള്ള പച്ച നിറമുള്ള നല്ല ഡോളർ, US ഡോളർ. ഡ്യൂപ്ലിക്കേറ്റ് ഒന്നല്ല, നല്ല ഒറിജിനൽ ഡോളർ. അതും എത്ര ഡോളറാണെന്നറിയോ? ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ചില്ലറയൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു $100 കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലമായി, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് $100 ഒരു കെട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും ഡോളറൊക്കെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഒരുമിച്ച് കാണുന്നത്. ഇത്രയും ഡോളർ ഒരുമിച്ച് കാണുന്നത് മാത്രമല്ല, ഒരുമിച്ച് കയ്യിൽ വെക്കുന്നതും. അപ്പോൾ ഇതെങ്ങനെ കിട്ടി എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം. ഇപ്പോൾ കുറച്ച് പരിപാടിയുണ്ട്. ഇത്രയും ഡോളറൊക്കെ കയ്യിൽ കിട്ടിയതല്ലേ, ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ട്. പിന്നെ ഒന്ന് ഫുഡൊക്കെ ഒന്ന് പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അപ്പം നമ്മൾ നേരെ ലുലുവിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ പിടിക്കാനുണ്ട്. എല്ലാ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. പോയിട്ട് കഴിക്കാനായിട്ട് സ്നാക്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങി. ചായക്ക് കഴിക്കാനായിട്ട് ബിസ്ക്കറ്റ്, റസ്ക്, അതുപോലെ ഐറ്റംസ് ഉണ്ടല്ലോ. പിന്നെ നട്ട്സായിട്ട് കുറച്ച് ബദാമുണ്ട്, പിസ്ത, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മിക്സഡ് ആയിട്ടുള്ള നട്ട്സ്, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. മാൾട്ടേഴ്സിൻ്റെ, പിന്നെ അതുപോലെ ക്വാളിറ്റി സ്ട്രീറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെയും കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് റൂമിലോട്ട് എടുത്ത് വെക്കാണ് മേടിച്ച് കൊണ്ടുവന്നതൊക്കെ. പിന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാല് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സായിട്ട് സ്ട്രോബെറി ഉണ്ട്. പിന്നെ അതുപോലെ വേറൊരു ഐറ്റം ഉണ്ട്, അതിൻ്റെ പേരിക്കറിയില്ല, കണ്ടപ്പോൾ അങ്ങനെ എടുത്താണ്. പിന്നെ ചായക്ക് കഴിക്കാനായിട്ട് ഓറിയോൻ്റെ കേക്കാണ്. പിന്നെ കുറച്ച് ഡേറ്റ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് കാണുന്നതൊക്കെ എടുത്തു കേട്ടോ. പിന്നെ കറി വെക്കാനായിട്ട് തേങ്ങ, പിന്നെ കുറച്ച് വെജിറ്റബിൾ, പഴം, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ പെർഫ്യൂംസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്താ പറയുക, ഹെയർ ക്രീം, പിന്നെ അതുപോലെ ബോഡി ക്രീം, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. ഒരുപാട് ഡോളർ കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടില്ല. നമ്മൾ അത്യാവശ്യം നോർമലായിട്ട് ഇവിടെ യൂസ് ചെയ്യാറുള്ള ഐറ്റംസ് തന്നെയാണ്. പിന്നെ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ മാഗി നൂഡിൽസ് വാങ്ങി. അങ്ങനെ കുറച്ച് എന്താ പറയുക, നമുക്ക് ആവശ്യമായിട്ടുള്ള റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് പോന്നു. പിന്നെ വരുന്ന വഴിക്ക് തുർക്കിഷ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കുറച്ച് ഫുഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാത്രി ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ അങ്ങനെ കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള, ഏറ്റവും നല്ല ഇഷ്ടമുള്ള ഒരു അറബിക് ഫുഡാണ് തുർക്കിഷ് ഫുഡ്. അപ്പോൾ അവിടുന്ന് മിക്സഡ് ഗ്രില്ല് വാങ്ങിയിട്ടുണ്ട്. അതിൽ ചിക്കൻ കബാബ് ഉണ്ട്, പിന്നെ ബീഫ് ഉണ്ട്, പിന്നെ കുറച്ച് സാലഡ്, ഹമൂസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ കുബൂസ് കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ആ ഗ്രില്ല് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ആ ചിക്കൻ കൊഫ്താണ്. അത് ആ സാലഡിൻ്റെ കൂടെ, അതായത് ആ ഹമൂസും പിന്നെ വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അടിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ ചിക്കൻ കബാബ് ആണെങ്കിലും പൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അടിക്കണം. അതായത് ആ കുബൂസിൽ കുറച്ച് സാലഡൊക്കെ എടുത്തിട്ട്, പിന്നെ സവാള ഉണ്ട്, സവാള വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബീഫും പിന്നെ ചിക്കനും ആ കൊഫ്തയും എല്ലാം കൂടി വെച്ചിട്ട്, പിന്നെ ആ പച്ചമുളക് ഉണ്ടല്ലോ, പിന്നെ അതുപോലെ പിക്കിളുണ്ട്, അതെല്ലാം കൂട്ടിയെടുത്ത് അതിലേക്ക് വെച്ചിട്ട് കഴിച്ച് നോക്കണം. ഊട്ടുക്കഥ ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.